കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവുക. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നേതൃരൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കണത് നോക്കണ്ടേ. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ ഗരുഡൻ്റെ വെങ്കല പ്രതിമയൊക്കെ കണ്ട് ആ ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് നമ്മൾ നേരെ പുതിയ ഗോപുരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള ഗണപതി, അത്തിമര ഗണപതിയെ കണ്ട് തൊഴാം. അത്തിമര ഗണപതിയുടെ അടുത്ത് പോയി തൊഴുത് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി നോക്കുക. മഴയൊക്കെ ഉള്ള കാരണം കുറച്ച് തിരക്കിനൊക്കെ ആശ്വാസമുണ്ട്. നമുക്കെന്തായാലും കൊടിമരത്തിൻ്റെ അവിടുത്തെ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ കാണാം. അതേപോലെ ആ മഹാലക്ഷ്മിയെ കണ്ട് വന്ദിച്ച് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുക. അങ്ങനെ നോക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന കാഴ്ചകളാണ്. ആ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം, അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. വലതേ സൈഡിലുള്ള ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണും ഒന്ന് നോക്കി തൊഴുക. അങ്ങനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നമുക്ക് നേരെ ശ്രീലകത്തേക്ക്, ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. അപ്പം ഇന്നിപ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാലിൽ തളകൾ എന്ന് വെച്ചാൽ കുറച്ച് വലിയ തളയാണ്. പിന്നെ രണ്ട് കാൽത്തളകൾ കാണാണ്ട്, അത് കുറച്ച് വലിപ്പമുള്ളതാണ്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ മുണ്ട് ഞെറിഞ്ഞു കൊടുത്ത പോലെ, കസവ് മുണ്ട് ഞെറിഞ്ഞു കൊടുത്ത പോലെ ഇങ്ങനെ കാണാണ്ട്. പിന്നെ അരമണി ഇങ്ങനെ നോക്കുമ്പോൾ, അരയിൽ നോക്കുമ്പോൾ ഒരു പൂണൂല് കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മണി പോലത്തെ മണി പോലത്തെ ഒരു മാല, എനിക്ക് തോന്നുന്നു രുദ്രാക്ഷമാല പോലത്തെ, സ്വർണത്തിൻ്റെയാണ് പക്ഷേ രുദ്രാക്ഷമാലയെ തോന്നുന്നു. അങ്ങനെ നോക്കി വരുമ്പോൾ കയ്യിലിങ്ങനെ കൈവളകൾക്ക് ബദലായിട്ട് ഇങ്ങനെ ചെറിയ ഒരു ഇത് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൈവളകൾ തന്നെ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു സ്വരൂപത്തിൽ, പക്ഷേ നാളെ ഒരു കയ്യിൽ പരശുവാണ്, അതായത് മറു കയ്യിൽ കമണ്ടലും. അപ്പം ഇന്ന് ഭഗവാന്റെ ദശാവതാരത്തിലെ 6ാമത്തെ ആ അവതാരമായ പരശുരാമനായിട്ടാണ് കേട്ടോ ഇന്ന് ഭഗവാൻ ശ്രീലകത്ത് നമ്മളെ കാത്തിട്ട്, അതായത് ഭക്തരെ കാത്ത് ഇരിക്കുന്നത്. പരശുരാമൻ്റെ കാര്യം എന്ന് പറയാൻ വെച്ചാൽ, പരശുരാമൻ ശരിക്കും പറഞ്ഞ ജമദഗ്നിയുടെ മകൻ ആണല്ലോ. രേണുകാദേവിയുടെയും ജമദഗ്നിയുടെയും മകനായിട്ടാണ് അക്ഷയ തൃതീയ നാളിലാണ് ജനപാവ് എന്നുള്ള ആ സ്ഥലത്താണ് ജനിച്ചത്. സഹോദരങ്ങളൊക്കെ ഉണ്ട്. രുമൻവൻ, സുഹത്ര, വാസു, വിശ്വാസു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ആ ബ്രാഹ്മണനായ പരശുരാമനാണ് അതിശക്തമായ ദുഷ്ടത പ്രബലമായ കാലത്താണ് ജനിച്ചത്. ക്ഷത്രിയവർഗം തങ്ങളുടെ ആ ഭയങ്കര അധീശത്വം കാണിച്ചിരിക്കുന്ന സമയത്താണ് ബലപ്രയോഗത്തിലൊക്കെ പിടിച്ചെടുക്കാനൊക്കെ ക്രൂരമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന സമയത്തെ ആയിരുന്നു പരശുരാമൻ്റെ ജനനം. ശരിക്കും പറഞ്ഞാൽ ക്ഷത്രിയരെ 21 തവണ നശിപ്പിച്ചുകൊണ്ട്, ചിലവരെ തീരെ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കിയിട്ടാണ് പരശുരാമൻ്റെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അമ്മയെ കൊന്ന മകൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലാണ്. അപ്പോൾ കാരണം അവർ അച്ഛൻ്റെ ആജ്ഞയെ ധിക്കരിക്കാതെ അമ്മയെ കൊന്നു എന്നുള്ള ഒരൊറ്റ, അമ്മയുടെ ആ ഒരു അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അച്ഛനെ ധിക്കരിക്കാത്തത് കൊണ്ട് കൊന്നുവെങ്കിലും അതിൻ്റെ പാപം തീർക്കാൻ വേണ്ടിയിട്ട് അമ്മയെ പിന്നെ, അതായത് അച്ഛൻ കൊല്ലാൻ പറഞ്ഞു വെച്ചാലും ആ സമയത്ത് തന്നെ വരം ചോദിച്ചിരുന്നു, ഞാൻ ചോദിക്കുന്ന വരം എനിക്ക് തിരിച്ചു തരണമെന്ന്. അപ്പോൾ അമ്മയെ ജീവിപ്പിക്കാനുള്ള അതുണ്ടായി. പക്ഷേ കൊന്നു എന്നുള്ളൊരു പാപം ചെയ്തത് കാരണം, അത് ഒരു പാപമല്ല, ഒരു എന്താ പറയുക, ആയുസ്സിലെ ഏറ്റവും വലിയ പാപമാണ്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും ചെയ്തു.
എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. അങ്ങനെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ ഒരു എന്താ പറയുക, ഒരു ജന്മം എന്ന് പറയാം. ആ സമയത്ത് അതായത് എല്ലാ ജന്മങ്ങളും ഭഗവാന്റെ 10 ദശാവതാരത്തിൽ 9 അവതാരങ്ങളും നമ്മൾ കേട്ട അവതാരങ്ങൾ മുഴുവൻ ഓരോ സമയത്തും കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള അവതാരങ്ങളാണ്. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട അവതാരം ആണ് പരശുരാമൻ. ഇനി വിശദമായ കഥയൊക്കെ നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ നമ്മൾ ആ പരശുരാമൻ്റെ രൂപം ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. പക്ഷേ പരശുരാമൻ്റെ ആ ഒരു അതിലാണ് മഴവും കമണ്ടലും ഒക്കെ ആയി പിടിച്ച് നിൽക്കുന്നു. ആ പൂണൂലൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പരശുരാമനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതേപോലെ തിരുമുടിമാല 2 ഉണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളത്, അതേപോലെ വെളുത്ത പൂവും തുളസിയായിട്ട്. അതേപോലെ വലിയ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലകളും തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയാണ് ശ്രീലകത്ത് കാണാനുള്ളത്. അങ്ങനെ നല്ല മുഖത്ത് ഒരു എന്താ പറയുക, സ്വർണത്തിൻ്റെ ഗോപീതിലക ഉണ്ട് നെറ്റിയിൽ, നന്നായിട്ട് കാണാം. അതായത് പരശുരാമനാണെങ്കിലും ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു ശീലകളുണ്ട് അവിടെ. കണ്ണൻ്റെ സ്ഥലത്താവുകൊണ്ട് ഗുരുവായൂരപ്പനല്ലേ, അപ്പോൾ ആ കണ്ണൻ്റെ കുസൃതികളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. പരശുരാമനാണെങ്കിലും അത്രയ്ക്കും ആ ദേഷ്യത്തിലുള്ള നിൽപ്പല്ല എന്ന് മാത്രം. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു മുഖ സ്വരൂപമല്ലേ അതാണ്. അപ്പോൾ ഭക്തരോട് ചിരിച്ച് വളരെ ഭക്തരുടെ വിഷമങ്ങൾ കേട്ട് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ പരശുരാമ രൂപിയായിട്ടാണ്. അതാണ് യഥാർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ്. എല്ലാവരും മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുകയാണ്. നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ തിടപ്പള്ളി നോക്കി തൊഴുക, അഗ്നികോണിലേക്ക് നോക്കിയിട്ട് തൊഴുക. അഗ്നികോണിലേക്ക് നോക്കി തൊഴുത് തിടപ്പള്ളി നോക്കി തൊഴാം. അതിന് ശേഷം നമ്മൾ നേരെ ആലിലക്കണ്ണനെ കണ്ടു തൊഴാം, സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അതുപോലെ ആ ഗണപതിനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് വിഘ്നേശ്വരനെ കണ്ടു തൊഴുക. അവിടുത്തെ ആ അലങ്കാരം ഇങ്ങനെ ആയി വരണേ ഉള്ളൂ. ചന്ദനം കൊണ്ട് ഇങ്ങനെ പത്മൊക്കെ ആയി കൊണ്ട് വരണേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവീനെ പറ്റി പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ചെറിയ ഗണപതിനെയും ആ മായാദേവീനെയൊക്കെ കണ്ടു തൊഴുത് പിന്നെ നമ്മൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നെ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ആ വാമന രൂപത്തിൻ്റെ അത് കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷം കാണാം. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. പിന്നെ അനന്ത പത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അവിടെ ധാരാളം പൂക്കൾ മേലെ ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ മേലും താമരമാലയൊക്കെ ഉണ്ട്, അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. വീണ്ടും നമ്മൾ നേരെ ദശാവതാര വിഗ്രഹങ്ങളായ ബലരാമനെയും അതേമാതിരി പരശുരാമൻ്റെ ഒക്കെ ഇത് കാണാം. ശ്രീരാമചന്ദ്രനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് അടുത്ത കണ്ണൻ്റെ അടുത്തേക്ക് വരാം. ആ കണ്ണൻ്റെ അടുത്ത് ഒരു തുളസിമാല ഉണ്ട്. പിന്നെ മുരുകൻ്റെ അടുത്തുണ്ട്. മുരുകൻ്റെ അടുത്ത് വന്നിട്ട് മുരുകനെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് അവിടെ അതാ ഒരു വെറ്റിലമാല ഉണ്ട്, കുറച്ച് കുങ്കുമം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം
ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ആ കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് തൊഴാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വരിക, അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് കുറച്ച് പടിഞ്ഞാറോട്ട് ഇങ്ങനെ മാറിയാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. താമരക്കണ്ണനെ കണ്ട് തൊഴുത് ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തും തരുന്ന ആ രൂപത്തിലാണ് കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്തും തരുന്ന ആ രൂപമാണ്. ആ രത്നങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ ഉള്ള ആ കൽപ്പവൃക്ഷമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനാണ്. അപ്പോൾ പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ഗ്രില്ലിൻ്റെ അപ്പുറം കടന്നാൽ ആ മണിക്കിണർ നോക്കി തൊഴാം. ഭഗവാന് തീർത്ഥം ഒക്കെ എടുക്കുന്ന ആ തീർത്ഥജലമുള്ള മണിക്കിണർ. അതേപോലെ ആ നൃത്താറയിലേക്ക് നോക്കിയാൽ ദീപം കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. അവിടെ നമ്മുടെ പൊന്നുണ്ണിയെ പ്രാർത്ഥിച്ച് തൊഴാം. പിന്നീട് നമ്മൾ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ ആയിട്ട് കണ്ട് ആ നമ്മുടെ പൊന്നുണ്ണീനെയും കൊണ്ട് കംസൻ്റെ രാജധാനിയിൽ നിന്ന് രാത്രി വരുന്ന ആ ഒരു കാഴ്ച, അനന്തൻ്റെ ആ കൊടയായിട്ട് ഇങ്ങനെയുള്ള ആ കാഴ്ച കണ്ട് തൊഴാം. പിന്നെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ എത്തിയ ചന്ദനവും തീർത്ഥമൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിയിട്ട് തൊടാം. അങ്ങനെ നമ്മൾ നേരെ എടത്തരകത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. ഭഗവതീനെ കാണുക. അവിടെ നല്ല ഗോളകയൊക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് നല്ല അലങ്കാരങ്ങളായിട്ട് നിറയെ പൂക്കളുണ്ട്, അർച്ചന പൂക്കൾ ധാരാളമുണ്ട്. അവിടെ വന്ന് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയാലും തിരിഞ്ഞു നിന്നിട്ട് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരം നോക്കിയിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ ആൾരൂപം ഒരുപാട് കാണാം. അതേപോലെ മഞ്ചാടി കുന്നിക്കുരുവൊക്കെ വാരുന്നത് കാണാം. പിന്നീട് നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുന്നതൊക്കെ കാണാം. അതൊക്കെ കണ്ട് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ പരശുരാമമൂർത്തിയായിട്ടുള്ള അവതാരം കണ്ട് ആ കളഭാലങ്കാരം കണ്ട് തൊഴാം. അങ്ങനെ അവിടെ നിന്ന് നമസ്കരിച്ചിട്ട് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്, അവിടെ ഒന്ന് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമി ഇന്നൊരു കറുത്ത മുണ്ട് പട്ടൊക്കെ എടുത്തിട്ടാണ്, അതേപോലെ വെളുത്ത ഒരു പട്ടും ഉണ്ട്, പാവുണ്ടുണ്ട്. പിന്നെ നിറയെ അർച്ചനകൾ നടന്നിട്ടുണ്ട്, അതുണ്ട്. പിന്നെ കഴുത്തിൽ ഒരു സ്വർണത്തിൻ്റെ മാലയുണ്ട്. പിന്നെ സ്വർണത്തിൻ്റെ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. ഗോപി തിലകം എന്ന് പറഞ്ഞാൽ വട്ടപ്പൊട്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് നമ്മൾ നേരെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ ആ വേണുഗോപാലിനെ കണ്ട് തൊഴാം. അവിടെയും കണ്ട് തൊഴുത് കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് പോകുമ്പോൾ നാരായണാലയത്തിൽ ചെല്ലാം. അവിടെ നിന്ന് കയറിയിട്ട് അവിടെ ധാരാളം ഭക്തർ ഗാനം ആസ്വദിക്കുന്നു. അവിടെ പൂന്താനത്തിൻ്റെ പൂജിച്ച വിഗ്രഹം കാണാം, അതൊക്കെ ഒന്ന് കണ്ട് തൊഴാം. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഭഗവതിയുടെ അവിടെ വരാം. അത് അവിടെ നിന്നിട്ട് ഒന്നുകൂടി പുറത്തുനിന്ന് തൊഴാം. പിന്നെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ പ്രകാശം ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ വാമനൊരു പരശുരാമ രൂപത്തെ ഒന്നുകൂടി കാണാം. അങ്ങനെ നമ്മൾ തെക്കേ നടയിലേക്ക് വരുമ്പോൾ തെക്കേ നടയിൽ വന്നിട്ടുള്ള ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെയും പരശുരാമനെയും ഒക്കെ ആയിട്ടിങ്ങനെ പാർവതീ ദേവീനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനിയൊരു ചെറിയ കഥ ഇന്ന് പറയുന്നത് നമ്മുടെ 4-ാം അവതാരം, അതായത് പ്രഹ്ലാദന് വേണ്ടിയിട്ട് തൂണും പിണർന്ന് അവതരിച്ച നരസിംഹമൂർത്തിയുടെ അവതരിച്ചു. പ്രഹ്ലാദൻ്റെ ആ ഒരു ഇതൊക്കെ എന്താ പറയുക, രക്ഷപ്പെടുത്തി. എന്താ പറയുക, പ്രഹ്ലാദൻ്റെ രക്ഷയ്ക്കായിട്ട് അവതാരം കൈക്കൊണ്ട നരസിംഹമൂർത്തിയുടെ ദേഷ്യം സംഹാരശേഷവും തീരെ അടങ്ങണില്ല. അങ്ങനെ അടങ്ങാത്ത ആ ഒരു കോപതാപത്താൽ സമുദ്രങ്ങളൊക്കെ തിളച്ച് വറ്റാൻ തുടങ്ങി. പർവ്വതങ്ങളൊക്കെ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കാനൊക്കെ. ലോക അവസാനത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പ്രകടനമാകുന്ന പോലെ ആ ദേവദാനവരും സർവരും സകലരും ഭയന്ന് വരയ്ക്കാൻ പോയി. ആ വിഷ്ണുവിൻ്റെ നരസിംഹത്തിൻ്റെ ആ ഒരു അത്രയും അത് നാമജാപങ്ങളെ കൊണ്ടൊന്നും കീർത്തനാദികളെ കൊണ്ടൊന്നും ഭഗവാന്റെ കോപം അധികരിക്കുന്നതല്ലാതെ കുറയണില്ല. അപ്പോൾ ആ സമയത്ത് ശ്രീപരമേശ്വരനല്ലാതെ മറ്റാർക്കും വിഷ്ണുവിൻ്റെ നരസിംഹരൂപത്തെ കോപത്തെ അടക്കാൻ പരമേശ്വരനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നുള്ളതിൽ ആദ്യം വീരഭദ്രനൊന്ന് പോയി നോക്കി. പക്ഷേ ആ നരസിംഹമൂർത്തിയുടെ ആ ഭീഷണഭാവം ദർശിച്ച് ഏറ്റുമുട്ടാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഭയന്നോടി. ഈ നില തുടർന്നാൽ അണ്ടകടാഹങ്ങൾ ഭസ്മീകരിക്കപ്പെടും. വിഷ്ണു സ്ഥിതികാരകനാണ്, സംഹാരം രുദ്രാവകാശമാണ്, ഇടപെട്ടേ തീരൂ. ശ്രീപരമേശ്വരൻ സിംഹം ഭയക്കുന്ന ശരഭം എന്ന പക്ഷിയുടെ രൂപഭാവങ്ങളിൽ നരസിംഹത്തെ സമീപിച്ചു. പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ശരഭത്തെ ദർശിച്ച നരസിംഹമൂർത്തി ഭയന്ന് സ്വകോപം അടക്കുന്നതിന് പകരം വർദ്ധിത വീര്യത്തോടെ അഷ്ടദിക്കുകളും നടുങ്ങുമാറ് ഗർജിക്കവേ ശരഭത്തെ പോലും ആക്രമിക്കാൻ തയ്യാറായിക്കൊണ്ട് ആ ഒരു സമയത്ത് 1000 സിംഹമുഖങ്ങളും അഗ്നിയുടെ നാവും 2000 കൈകളും അതിഭീഷണഭാവം ഉഗ്രപ്രത്യഗംഭീര ആ ശ്രീപരമേശ്വരനായ ശരഭേശ്വരൻ ചണ്ഡികയും ഭദ്രകാളിയും ഇരുചിറകുകളായും ഉഗ്രപ്രത്യുങ്കരീദേവി നെഞ്ചിലും കുടിയിരുത്തി അതിഭീഷണഭാവത്തിൽ നരസിംഹമൂർത്തിയെ 8 കാലുകളിലെയും നഖങ്ങൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു. പ്രത്യങ്കരാദേവി നരസിംഹമൂർത്തിയുടെ കോപം തൻ്റെ 1000 സിംഹമുഖങ്ങളിലൂടെ കുടിച്ചു തീർത്തു. കോപമടങ്ങിയ നരസിംഹമൂർത്തി മഹാദേവനെ ആലിംഗനം ചെയ്തു. ലക്ഷ്മി ദേവിയെ തൃത്തുടയിൽ ആനയിച്ചിരുത്തി. അങ്ങനെയാണ് ലക്ഷ്മി നരസിംഹമായിട്ട് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായി സർവർക്കും അനുഗ്രഹം കഴിഞ്ഞ് ജീവിക്കുന്നത്. അതായത് അത്രയ്ക്കും ആ ഒരു തീക്ഷ്ണഭാവത്തെ നരസിംഹാവതാരം ഉണ്ടായിരുന്ന സമയത്ത് ആ നരസിംഹമൂർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് പരമശിവനാൽ ആ കോപത്തെ തളയ്ക്കപ്പെട്ട് അതിന് ശേഷമാണ് തുടയിലേക്ക് ലക്ഷ്മി ദേവിയെ കയറിയിരുത്താനും അങ്ങനെ ഇരുത്തിയിട്ട് ലക്ഷ്മി നരസിംഹമായിട്ട് നമുക്കെല്ലാവർക്കും നന്മ ചെയ്യാനും വേണ്ടിയിട്ട് ആ അവതാരം രൂപം കൊണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി എത്തട്ടെ കേട്ടോ നമ്മുടെ ഉച്ചപൂജയും ഒക്കെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.